ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങളോട് ബെറ്റ് വെക്കുകയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരിക്കലും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല മകളെ. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇതിന്റെ ക്ലൈമാക്സ് എത്തൂല. നിങ്ങളെ കൊണ്ട് ചിന്തിച്ച് പിടിക്കാൻ പറ്റില്ല. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഒരു പുതിയ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ആ വീട്ടിൽ ഓൾറെഡി ഒരു ആത്മാവുണ്ട്. എന്നാൽ എല്ലാ സിനിമയിലെയും പ്രേതങ്ങളെ പോലെ അവിടെ വരുന്ന അവരുടെ കഥയല്ല ഇവിടെ കാണിക്കുന്നത്. ആ ആത്മാവിന്റെ കഥയാണ് നമ്മൾ കാണിക്കുന്നത്. ആ ആത്മാവിലൂടെയാണ് നമ്മൾ ഈ സിനിമയും ഈ വീടും ആ വന്ന ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ആത്മാവിന് അറിയില്ല ആ ആത്മാവ്, അതായത് ഞാൻ ആരാണ് എന്ന് ആത്മാവിന് അറിയില്ല. എന്തിനാ ഇവിടെ വന്നേന്ന് അറിയില്ല. എന്തായാലും കഥ ഒരു വ്യത്യസ്തമായ കിടിലൻ കഥ തന്നെയാണ്. അവസാനം 2 ട്വിസ്റ്റുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടാമത്തത് അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങൾ അത് കണ്ടുപിടിക്കില്ല. അപ്പൊ പിന്നെ നേരെ ആ കഥയിലേക്ക് പോയല്ലേ, കഥയുടെ മായ ലോകത്തിലേക്ക്. നിങ്ങൾ ഈ ആളൊഴിഞ്ഞു പോയ വീടുകൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേകമായ സൈലൻസ് ആണ് അവിടെ. പ്രത്യേകിച്ചൊന്നും ആ ഒരു വീട്ടിൽ ഉണ്ടാവില്ല. അതുപോലൊരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത്. രാത്രിയാണ്. ഇപ്പൊ ആ ഒരു വീട്ടിലൂടെ ആരാണെന്നൊന്നും അറിയില്ല. ആ വീടിന്റെ ഓരോ ഭാഗവും വാച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അവസാനം ഒരു മുറിയിലേക്ക് എത്തുന്നുണ്ട്. ആ വീടിന്റെ 2ാം നിലയാണത്. ഫുള്ളായിട്ട് കാലിയായി കിടക്കുന്ന ആ മുറി എന്തോ ഈ വന്ന ആൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ആ മുറിയിൽ തന്നെ കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, പ്രസൻസ്. അതായത് ഇത്രയും നേരം ഈ വീട് മുഴുവനായിട്ടും നോക്കി നടന്ന ആ ആളുണ്ടല്ലോ, അതൊരു മനുഷ്യനും അല്ല, മറ്റാരുമല്ല, അതൊരു പ്രസൻസ് ആണ്, ഒരു ആത്മാവിന്റെ പ്രസൻസ്. അങ്ങനെ അന്നേ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് വെളിച്ചവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോഴാണ് കാലിയായി കിടക്കുന്ന ആ വീടിന്റെ വ്യക്തമായ ഉൾഭാഗം നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് ഔട്ട്സൈഡിൽ നിന്നും ചില ആൾക്കാർ സംസാരിക്കുന്നു, കാറുകൾ വന്നു നിൽക്കുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ടപാട് തന്നെ ആ പ്രസൻസ്, ആ ആത്മാവ് ഇന്നലെ കണ്ട ആ റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വേഗം വന്ന് ജനലിലൂടെ താഴേക്ക് നോക്കുകയാണ്. ഒരു കാറും കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മഴ ചാറിയപ്പോ പുറത്തുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനായിട്ടും വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഈ പ്രസൻസ്, അതായത് ആത്മാവ്, വേഗം തന്നെ വീടിന് താഴേക്ക് പോവാണ്. അതായത് വിൽക്കാൻ വെച്ച ഒരു വീടായിരുന്നു അത്. ഈ വീട് വാങ്ങാൻ വേണ്ടി ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഒരു അച്ഛനും അമ്മയും അവരുടെ 2 മക്കളും. അച്ഛന്റെ പേര് ക്രിസ്, അമ്മയുടെ പേര് റബേക്ക. പിന്നെ അവരുടെ മൂത്ത മകന്റെ പേര് ടൈലർ, രണ്ടാമത്തേത് ഒരു പെണ്ണാണ് ക്ലോയി. എന്തായാലും എല്ലാവരും വീട്ടിലേക്ക് വന്നപാട് തന്നെ വീട് മുഴുവനായിട്ടൊന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. എന്നാൽ ആ ആത്മാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ക്ലോയിയാണ്. അതുകൊണ്ട് അവൾ എങ്ങോട്ടാണോ പോകുന്നത് അവളുടെ പിന്നാലെ തന്നെ ആത്മാവ് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഈ വീട് വിൽക്കാൻ വേണ്ടി ഇവരുടെ കൂടെ വന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഉണ്ടല്ലോ, അവിടെ ഒരു കണ്ണാടി കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ക്ലോയിയോട് പറയാണ്, ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കണ്ണാടിയാണ്. കാരണം ഇതിന് 500 വർഷം പഴക്കണ്ടേ, എത്രയെത്ര മുഖങ്ങൾ കണ്ട കണ്ണാടിയാണിത്. എന്തായാലും ക്ലോയി അയാളോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ആ ആത്മാവ് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ക്ലോയ്ക്ക് ഒരു തോന്നൽ, അവൾ ആരും നോക്കുന്നുണ്ടെന്ന്. വേഗം തന്നെ ആ ആത്മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് അവൾ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നിനെയും കാണാനില്ല. ഈ ആത്മാവ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുകയും ചെയ്യാണ്. അതിനെന്തോ ഒരു ഭയം വന്നതുപോലെ. അത് പിന്നീട് നേരെ പോകുന്നത് ക്ലോയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, ക്രിസും റബേക്കയും. അവര് സംസാരിക്കുന്ന ആ ഭാഗത്തേക്കാണ്. ഇപ്പൊ റബേക്ക ക്രിസിനോട് പറയുന്നത്, ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ലൊക്കേഷനാണ്, ഒന്ന് നോക്കിക്കേ. നമ്മുടെ ടൈലർ മോന്റെ സ്കൂള് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ അവന് സ്വിമ്മിങ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിന്റെ ക്ലബ്ബും അടുത്താണ്. അതായത് മകനായിട്ടുള്ള ടൈലറിന് എന്താണോ ഇഷ്ടം അതിനെക്കുറിച്ച് മാത്രമേ അമ്മയായിട്ടുള്ള റബേക്ക സംസാരിക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, മക്കളിൽ 2 പേരെയും ഈ ടൈലറിനോടാണ് അമ്മയായ റബേക്കയ്ക്ക് ഇഷ്ടം. പക്ഷേ അച്ഛനായിട്ടുള്ള ക്രിസ് അങ്ങനെയല്ല. ക്രിസ് പറയുന്നത് എല്ലാം ടൈലറിന് വേണ്ടി മാത്രം ചെയ്യാതെ നമ്മുടെ ക്ലോയോടും ചോദിക്കുക അവളുടെ അഭിപ്രായം എന്താണെന്ന്. കാരണം ഏറ്റവും കൂടുതൽ ഒരു മെന്റൽ സപ്പോർട്ട് അവൾക്ക് ഇപ്പൊ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയത്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ ക്ലോയി ഇപ്പോൾ വലിയൊരു മെന്റൽ ബ്രേക്ക് ഡൗണിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ, അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് നാഡിയ. അവൾ അത്യാവശ്യം ഡ്രഗ് ഉപയോഗിക്കായിരുന്നു. ആ ഡ്രഗിന്റെ ഓവർഡോസ് കാരണമാണ് നാഡിയ മരിച്ചു പോയത്. ശരിക്കും അത് നമ്മുടെ ക്ലോയെ വല്ലാതെ തകർത്ത് കളഞ്ഞു. ഇപ്പൊ ക്ലോയുടെ അമ്മയായിട്ടുള്ള റബേക്ക അതുപോലെ തന്നെ ക്രിസ്, ഇവർ 2 പേരും ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന കാര്യം ആര് കേൾക്കുന്നുണ്ട്, ആ വീട്ടിലുള്ള ആ ആത്മാവും കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ആത്മാവ് ക്ലോയുടെ ചേട്ടനായിട്ടുള്ള ടൈലറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവൻ ഇതിനെ കുറിച്ചൊന്നും യാതൊരു എന്താ പറയാ അതൊന്നും അറിയേണ്ട ആവശ്യം അവനില്ല. അവൻ മറ്റൊരു ലോകത്താണ്. വെറുതെ അങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും വീട്ടിലെ പ്രധാന ആള് അത് അമ്മയായിട്ടുള്ള റബേക്കയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ റബേക്ക ഇപ്പോൾ ആ വീട് വാങ്ങിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം മകന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്തായാലും ക്രിസ് ഇപ്പോൾ മകളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ, മോൾക്ക് ഇഷ്ടമുള്ള ഒരു റൂം തന്നെ വേണമെങ്കിൽ പോയി സെലക്ട് ചെയ്തോ എന്ന് പറയണം. ഇപ്പൊ ക്ലോയി നേരെ മുകളിലേക്ക് പോവാണ്. ഇതേ നേരം ആ ആത്മാവും അവളുടെ പിന്നാലെ വേഗം വേഗം പോവാണ്. ക്ലോയി ഇപ്പൊ നേരെ ചെല്ലുന്നത് മുകളിലെ ഒരു ചെറിയ റൂമുണ്ട്. പക്ഷെ ആ റൂം നല്ല രസമാണ് കേട്ടോ. അതിന്റെ 2 ഭാഗത്തായിട്ട് 2 വലിയ ജനലുകളുണ്ട്. നല്ല പ്രകാശം വരുന്നുണ്ട്. ശരിക്കും സിനിമയുടെ ആരംഭത്തിൽ ഈ ആത്മാവ് വന്ന് ഒരു റൂമിൽ കുറെ നേരം നിന്നു എന്ന് പറയുന്നില്ലേ, അത് ഈ റൂം തന്നെയാണ്. സംതിങ് എന്തൊക്കെയോ ഈ റൂമിലേക്ക് വന്നപ്പോൾ നമ്മുടെ ക്ലോയ്ക്കും ഫീൽ ആവുകയാണ്, എനിക്ക് ഈ റൂം മതി എന്ന് അവൾ വിചാരിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ആ ഫാമിലി അവിടുന്ന് പോവുകയാണ്. മാത്രമല്ല സമയങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ആത്മാവാണെങ്കിൽ ആ വീട്ടിലൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട് അടിമുടി അങ്ങോട്ട് മാറുകയാണ്. കാലിയായി കിടന്ന ഈ വീടിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ നിറയാൻ തുടങ്ങി. അതായത് ക്ലോയും ടൈലറും ക്രിസും റബേക്കയും എല്ലാം
വീട്ടിൽ അവർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. പിന്നീട് അവരവിടെ ജീവിക്കാൻ തുടങ്ങി. അവരുടെ ആ ഒരു ഡെയിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആത്മാവ് വീക്ഷിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ടൈലർ ഉണ്ടല്ലോ, അവനോട് സംസാരിക്കുന്ന അമ്മയെ കാണുകയാണ്, അതായത് റബേക്ക ടൈലറിനോട് പറയുന്നത്, മോനെ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടാന്നറിയോ, നീ എന്റെ വയറ്റിൽ പിറന്നതിന് ശേഷമാണ് എന്റെ ലൈഫ് തന്നെ മാറിയത്. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് നീ തന്നെ എന്റെ മോനെ. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നില്ലേ ക്ലോയി അപ്പം എന്താ റബേക്കയുടെ മകളല്ലേ എന്ന്? മകള് തന്നെയാണ്, അതേ വയറ്റിൽ പിറന്ന സ്വന്തം കുഞ്ഞ് തന്നെയാണ്. അപ്പൊ നമുക്ക് തോന്നി ഈ സംശയം ടൈലറിനുണ്ട്. അപ്പൊ ടൈലർ ചോദിക്കാണ്, അല്ല അമ്മ അപ്പൊ ക്ലോയി എനിക്കിഷ്ടമാണ്, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് നീ എന്റെ ജീവനാണ് മോനെ. അത്രക്കും സ്നേഹിക്കുന്നുണ്ട് റബേക്ക ടൈലറിനെ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ ആത്മാവ് പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ്. അതായത് ഈ ആത്മാവ് വേഗം അവിടുന്ന് പോവാണ്. പോകുന്ന എങ്ങോട്ടേക്കാ? നമ്മുടെ ക്ലോയുടെ റൂമിലേക്ക്. അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലോയി. അതായത് ക്ലോയുടെ ഏറ്റവും വലിയ ചങ്ങാതിയായിരുന്നു നാഡിയ. അവള് മരിച്ചത് അവളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ ക്ലോയി ഇപ്പോൾ. എന്നാൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് അവളുടെ അമ്മ കൂടെയില്ല. ഇങ്ങനെ മക്കള് മെന്റൽ ബ്രേക്ക് ഡൗണിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെ പോയി നിൽക്കണ്ടല്ലേ? ആ അമ്മ ചെയ്യുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും അവളിപ്പോ ഒറ്റയ്ക്കാണ്. അത് ആ ആത്മാവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്ന് ആ ആത്മാവിന് തോന്നുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറങ്ങുന്ന സമയത്ത് ആ ആത്മാവ് അവളുടെ അരികിലേക്ക് അങ്ങനെ വരികയാണ്. അവളെ തൊടാനായിട്ട് വരികയാണ്. പെട്ടെന്ന് നമ്മുടെ ക്ലോയ്ക്ക് ഒരു തോന്നല്, ആരും എന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവള് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഈ ആത്മാവ് ഉണ്ടല്ലോ, അതുള്ള ഭാഗത്തേക്ക് അവള് നടന്നു വരികയാണ്. അവളെ കണ്ട് പേടിച്ചു പോയ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ ഡ്രസ്സെല്ലാം വെക്കുന്ന അലമാര ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഷെൽഫാണ്. എന്നാൽ അതിന്റെ അടുത്തേക്ക് ക്ലോയി വരുന്തോറും ആ ആത്മാവിന് എന്തോ ഒരു ഭയമുള്ളതുപോലെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവസാനം അവിടെ ഒരു പ്രസൻസ് ഉള്ളത് നമ്മുടെ ക്ലോയ്ക്ക് മനസ്സിലായി. അവളിപ്പോ വിളിക്കാണ്, നാഡിയ ഇത് നീയല്ലേ? അതായത് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ തന്റെ ചുറ്റും ആരോ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ക്ലോയ്ക്ക് മനസ്സിലായി. എന്നാൽ അതിപ്പോഴാണ് അവൾ റിയലൈസ് ചെയ്യുന്നത് അത് നാഡിയാണ്, അവളുടെ സുഹൃത്താണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം അവൾക്ക് അമ്മയോടോ അച്ഛനോടോ പറയാൻ കഴിയുമോ? അവൾക്ക് പ്രാന്താണെന്ന് പറയില്ലേ? റബേക്കയ്ക്ക് എന്തായാലും ക്ലോയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. എന്നാൽ അവളുടെ അച്ഛൻ ക്രിസിന് അല്പമൊക്കെ ശ്രദ്ധയുണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട് മകളുടെ കാര്യത്തിൽ. അപ്പൊ ക്രിസ് പറയുന്നത്, റബേക്ക നീ എന്താ മോളെ ഇത്രയും ശ്രദ്ധിക്കാതെ നിൽക്കുന്നത്? നമുക്ക് അവളുടെ ബ്ലഡ് കൊണ്ടുപോയി ഒരു ടെസ്റ്റ് നടത്തിയാലോ? ഡ്രഗിന്റെ അംശം അവളുടെ ബ്ലഡിൽ ഉണ്ടോന്ന് അറിയണല്ലോ. അവളുടെ ആ ഒരു കൂട്ടുകാരി നാഡിയ അവൾ മരിച്ചു പോയത് തന്നെ ഡ്രഗിന്റെ ഓവർഡോസ് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ നമ്മളുടെ മകളും അതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ, ഒന്ന് നോക്കണ്ടേ? ഈ സമയത്ത് റബേക്ക പറയാണ്, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്ന ക്രിസേ? ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ആ നാഡിയ ചെറിയ പ്രായത്തിലെ ഇങ്ങനത്തെ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയ പെണ്ണാണ്. നമ്മുടെ മോൾ എന്തായാലും അവളെ പോലെയല്ല, അതുകൊണ്ട് നിങ്ങളത് വലിയ കാര്യമൊന്നും ആക്കണ്ട. ഇതും പറഞ്ഞ് ഇപ്പൊ ഈ ഒരു റബേക്ക അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോവാണ്. അതായത് ജോലി, മകൻ, ഈ രണ്ട് കാര്യത്തിലേ അവൾക്ക് ശ്രദ്ധയുള്ളൂ. എന്ന് ക്രിസ് പറയുന്ന, റബേക്ക നീ എന്താ ഒട്ടും ശ്രദ്ധിക്കാത്തത്? കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 2 പെൺകുട്ടികളാണ്, അതും ചെറിയ പെൺകുട്ടികളാണ് ഡ്രഗ് ഓവർഡോസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ മരിച്ചുപോയത്. നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കണം. എന്നാൽ റബേക്ക മൈൻഡാക്കുന്നില്ല. ഈ ഒരു കാര്യം ആ ആത്മാവും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ക്ലോയുടെ ചേട്ടനുണ്ടല്ലോ ടൈലർ, സ്കൂളിൽ നിന്നും പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, റയാൻ എന്നാ പേര്. അപ്പൊ അവനെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഈ റയാൻ വന്ന കാര്യം മനസ്സിലായിട്ട് നമ്മുടെ ക്ലോയി റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അവളുടെ കൂടെ തന്നെ ആ ആത്മാവും പോകുന്നുണ്ട്. കണ്ടാൽ തന്നെ നല്ല ഭംഗിയുള്ള ചുറുചുറുക്കുള്ള ഒരു പയ്യനാണ് ഈ റയാൻ. വീട്ടിലുള്ള എല്ലാവരെയും ടൈലർ ഇപ്പോൾ ഈ റയാന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ക്ലോയ്ക്ക് ഈ റയാനെ കണ്ട സമയത്ത് ഒരു അട്രാക്ഷൻ തോന്നുകയാണ് കേട്ടോ. കാരണം ടീനേജ് ആയ ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ തോന്നാം, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അവളുടെ മെന്റൽ സിറ്റുവേഷൻ അറിയാലോ, അവൾ ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ല. അപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നാം, അത് സ്വാഭാവികമാണ്, അത് അവളുടെ കുറ്റമൊന്നും അല്ല കേട്ടോ. എന്നാൽ ഈ വന്ന പയ്യനുണ്ടല്ലോ റയാന്, ആളൊരു ഇച്ചിരി അലമ്പാ തോന്നുന്നു. വീട്ടിലേക്ക് വന്ന പാടിനെ ടൈലറിനോട് ചോദിക്കുന്നത് സിഗരറ്റ് വലിച്ചാലോ എന്ന്. എന്നാൽ ടൈലർ പറയുന്നത് സിഗരറ്റ് നീ വലിച്ചോ, പക്ഷേ വീടിന്റെ പുറത്ത് പോയിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ. അതായത് ടൈലർ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ അത്ര മോശം കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് സ്മോക്ക് ചെയ്യുന്നതിന് അവൻ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും അതിലൂടെ റയാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലോയി അവളെ കണ്ടൗട്ടെ എന്ന് കരുതിയിട്ട് അവൾ കട്ടിൽ പോയി കിടക്കുകയാണ്, വാതിലും തുറന്നിടുകയാണ്. എന്നാൽ ആ ആത്മാവിന് ഇതൊട്ടും ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് അവളുടെ റൂമിന്റെ ആ ഒരു ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അടഞ്ഞു പോവാണ്. എന്തുകൊണ്ട് ആ ആത്മാവ് പതിയെ പതിയെ തള്ളി ആ ഡോർ അടച്ചു കളയുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. അതായത് ഈ ആത്മാവ് വന്നു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് കേട്ടോ. വീടിന്റെ ഓരോ കാര്യങ്ങളും അതങ്ങനെ വീക്ഷിച്ച് നടക്കുകയാണ്. അതിൽ ഈ ആത്മാവിന്റെ ഒരു കാര്യം മനസ്സിലായി. ക്ലോയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്ന അവളുടെ അച്ഛനുണ്ടല്ലോ ക്രിസിന് ഈ ലൈഫ് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യയുടെ എപ്പോഴുള്ള ഈ ജോലിയും മകളെ നോക്കാത്തതും കുറച്ച് അഹങ്കാരത്തോടുള്ള ആ ഒരു പെരുമാറും, ഇതൊന്നും ക്രിസിന് ഒരിക്കലും ഇഷ്ടമാവുന്നില്ല. ശരിക്കും സെപ്പറേറ്റ് ആവണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ 2 പിള്ളേരുള്ളത് കൊണ്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെയൊക്കെ മെന്റലി അയാൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ക്രിസ് വന്നിട്ട് ക്ലോയോട് സംസാരിക്കും. അവൾക്ക് നല്ല മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മനുഷ്യൻ അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാ? അമ്മയല്ലേ? റബേക്കയാണെങ്കിൽ ഒരു തരി പോലും മകളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, അവളോടൊന്ന് സംസാരിക്കുന്ന വരെയില്ല. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ക്ലോയുടെ അച്ഛനുണ്ടല്ലോ ക്രിസിനെ ഇതൊക്കെ അങ്ങോട്ട് മടുക്കാൻ തുടങ്ങി. പിന്നീട് രണ്ടും കൽപ്പിച്ച് വക്കീലിനെയൊക്കെ വിളിക്കുന്നുണ്ട്, ഡൈവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഇയാൾ സംസാരിക്കുകയാണ്. ഈ കാര്യമെല്ലാം ആ ഒരു ആത്മാവ് കേൾക്കുന്നുണ്ട്. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. അങ്ങനെ ഒരു ദിവസം ഇന്ന് വീട്ടിൽ ആരുമില്ല. ക്രിസും റബേക്കയും ജോലി ആവശ്യത്തിനായിട്ട് പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലറും വീടിന് പുറത്താണ്. ഈ സമയത്ത് നമ്മുടെ ക്ലോയി ഉണ്ടല്ലോ ആ റയാനുമായിട്ട് കമ്പനിയായിട്ട് അവനെയും കൂട്ടി വീട്ടിൽ
വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ രാജ്യമല്ലല്ലോ, പുറം രാജ്യമല്ലേ, അവിടെ പിന്നെ ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ അല്ലേ. എന്തായാലും വീട്ടിലേക്ക് വന്ന പാടെ തന്നെ ഈ റയാന് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോയി ഒരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ പറയണ എനിക്കിത് വേണ്ടാന്ന്. ഞാൻ വിചാരിച്ചു ആള് നന്നായിട്ട് വെച്ച് കീറുന്ന ആളായിരിക്കുന്ന, പക്ഷെ വിചാരിച്ചതുപോലെ ഈ ഒരു റയാൻ അത്ര മോശം ആളൊന്നുമല്ല. എന്തായാലും അവനെയും കൂട്ടിയിട്ട് നമ്മുടെ ക്ലോയി ഇപ്പോൾ അവളുടെ റൂമിലേക്ക് പോവാണ്. പോയപാട് തന്നെ എന്തിനും തയ്യാറായി അവൾ ആ ഒരു ബെഡിൽ കിടക്കുന്നുണ്ട്. എന്നാൽ റയാൻ അതത്ര വലിയ കാര്യമാക്കുന്നില്ല. അവളുടെ റൂമിലെ ഓരോ കാര്യങ്ങളൊക്കെ പതിയെ പതിയെ അങ്ങനെ നോക്കി അവളോട് ചുമ്മാ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ക്ലോയി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നാഡിയയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് റയാൻ ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെ കുറച്ചേരം നോക്കി നിൽക്കണം. അതായത് ഇത് മരിച്ചുപോയ ഒരു പെൺകുട്ടിയാണെന്ന് അവനറിയാം. അപ്പൊ ക്ലോയി ചോദിക്കുന്നുണ്ട്, റയാനെ നിനക്ക് നാഡിയ അറിയോന്ന്? അപ്പൊ റയാൻ പറയാണ്, അങ്ങനെ നേരിട്ട് അറിയൊന്നുമില്ല, ഒരു പാർട്ടിയിൽ വെച്ച് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും അവള് മരിച്ചുപോയെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവള് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലേ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ക്ലോയി കുറച്ച് ഇമോഷണൽ ആവുകയാണ് കേട്ടോ, കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് കിടന്ന് റയാൻ പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, എനിക്കറിയാം മെന്റലി നീ നല്ല വീക്കാണ്, ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്ന്, അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. പറഞ്ഞോ നിന്റെ വിഷമങ്ങൾ എന്താണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ബെറ്റർ സപ്പോർട്ടിനുണ്ട്. സോ ആ ഒരു നല്ല കോൺഫിഡൻസ് അവൻ കൊടുത്തത് കൊണ്ട് തന്നെ ക്ലോയി അവളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും പറയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് കരഞ്ഞാല് കുറെയൊക്കെ നമ്മൾ ഓക്കെ ആവും. പക്ഷെ ഇതിങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നടന്നാലേ അത് ഭയങ്കര ഒരു വിങ്ങലായിരിക്കും അല്ലേ. എന്തായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു ആത്മാവ് വരികയാണ്. അത് നാഡിയുടെ ആത്മാവാണല്ലോ. ആ ആത്മാവ് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ ക്ലോയ്ക്ക് മനസ്സിലായി അവൾ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന്. അവൾ വേഗം തന്നെ ചാടി എഴുന്നേൽക്കാണ്. എന്നിട്ട് പറയാണ്, നാഡിയ അവളുടെ ആത്മാവ് ഇടുണ്ടെന്ന്. ഇത് കേട്ടപാടിന് റയാനാകെ ഞെട്ടിപ്പോയി. നീ എന്താ പറഞ്ഞേ? അവളുടെ ആത്മാവ് ഇടുണ്ടെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ക്ലോയ്ക്ക് ബോധം വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവരെന്താ വിചാരിക്കുക, നമുക്ക് വട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ അല്ലേ. അതുകൊണ്ട് വേഗം തന്നെ ക്ലോയി വിഷയം മാറ്റാണ്. അവനൊന്ന് പിടിച്ച് അവനൊരു കിസ് അടിക്കുകയാണ്. രണ്ടുപേരും പിന്നീട് പതിയെ പതിയെ ആ ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ആത്മാവിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, ഇതിനെങ്ങനെയെങ്കിലും തടുക്കണം. പക്ഷേ എന്തിനാണ് ഈ ആത്മാവ് ക്ലോയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് പിന്നീട് നോക്കുമ്പോൾ അതെപ്പോഴും കയറി നിൽക്കുന്ന ഒരു ഷെൽഫ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് പോയിട്ട് നേരിട്ട് ഒരു സംഭവത്തിനെ പിടിച്ചെറിയാനൊന്നും അതിന് പറ്റില്ല. ചെറിയൊരു പ്രഷർ കൊടുത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഷെൽഫ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാണ്. അതിലെ സാധനങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ട്. അത് കണ്ട് ഞെട്ടി ഇപ്പൊ ക്ലോയും അതുപോലെ തന്നെ റയാനും നോക്കാണ്. രണ്ടുപേരും ആ റൊമാൻസിലൂടെ കുറച്ച് ഇന്റിമേറ്റ് ആകാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ക്ലോയ്ക്ക് മനസ്സിലായി ഇത് നാഡിയുടെ പണിയാണെന്ന്. എന്നാൽ അത് നമ്മുടെ റയാനോട് പറയാൻ കഴിയും. അവളിപ്പോ പതിയെ ആ ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് ശക്തമായ ഒരു കാറ്റ് വരുന്നുണ്ട്. ആ ആത്മാവ് അവളുടെ അടുത്ത് കൂടെ പോയതാണ്. ആ ആത്മാവിന് ഇതൊന്നും ഇഷ്ടാവുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അത് ഇവിടെ ഉണ്ടെന്നും അവൾക്ക് മനസ്സിലായി. എന്നാൽ ഈ കാര്യം ഒന്ന് റയാനോട് പറയാൻ കഴിയോ? ഇല്ല. എന്തായാലും ഇവിടെ സീൻ കട്ടാവുകയാണ്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും എപ്പോഴും ഓടി നടന്ന് കാണലാണ് ആ ആത്മാവിന്റെ പരിപാടി. ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഡിന്നർ കഴിക്കാൻ നിൽക്കുകയാണ്. ഇവര് 4 പേരുണ്ട്. ആ സമയത്ത് ക്ലോയ് രണ്ടും കൽപ്പിച്ച് അത് പറയാണ്, അച്ഛാ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വന്നത് മുതൽ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, നാഡിയ അവളുടെ ആത്മാവാണ്. എന്നിത് കേട്ട പാടിനെ ടൈലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ എന്താ ഈ പറയുന്നത്? നീ എന്താ ഡ്രഗ്സ് യൂസ് ചെയ്തനോ? നിനക്ക് പ്രാന്താണോ? മെന്റലി നിനക്ക് എന്താ പറ്റുന്നില്ലേ? വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എടോ, ഈ വീട്ടിൽ താമസിക്കുന്ന നീ മാത്രമല്ല, ഞങ്ങളും കൂടെ ഉണ്ട്. ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരും. ഇതെല്ലാം പറഞ്ഞ് ചെറുക്കൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് റൈസായി പോവാണ്. ഇവന്റെ ഈ ഒരു എന്താ പറയാ ദേഷ്യം കാണുന്ന സമയത്ത് അമ്മയായിട്ടുള്ള റെബേക്ക് ഒന്നും മിണ്ടുന്നില്ല. സൈലന്റ് ആയിട്ട് ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ക്രിസ് ഉണ്ടല്ലോ, ക്രിസ് പറയുന്നുണ്ട്, മോനെ നീ നിർത്ത്, മതിയാക്ക്. ആ സമയത്ത് വീണ്ടും നമ്മുടെ ടൈലർ പറയാണ്, അച്ഛാ അറിയാലോ, നമ്മൾ പഴയ വീട് ഇങ്ങോട്ടേക്ക് ഉപേക്ഷിച്ച് വന്ന തന്നെ ആ നാട്ടിൽ ആകെ നാണം കെട്ടിച്ചാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ അറിയാലോ അവൻ ഈ നാട്ടിൽ എത്ര ഫേമസ് ആണെന്നറിയോ? അവനായിട്ട് എന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവരുടെ മുന്നിലും കൂടെ എന്നെ നാണം കെടുത്താൻ നോക്കി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. എന്തായാലും ചെറിയ രീതിയിൽ ഒരു വഴക്കൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ഫാമിലിയിലും ഇങ്ങനെ നടക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നോർമൽ ആവുകയാണ്. ഇപ്പൊ ടൈലറിനെ വിളിച്ചിട്ട് അച്ഛനായിട്ടുള്ള ക്രിസ് പറയണം, മോനെ വെറുതെ അനാവശ്യമായിട്ട് എന്തിനാ അവളോട് അങ്ങനെ ചൂടായത്, ഒന്ന് സോറി പറഞ്ഞിട്ട് വാ. സോറി പറയാനായിട്ട് ഇപ്പൊ ക്ലോയുടെ അടുത്തേക്ക് ടൈലർ ചെന്നു. ഇപ്പൊ ക്ലോയി പറയുന്നത്, മനസ്സ് നന്നാക്കി വേദനിപ്പിച്ചിട്ട് ഒരു സോറി പറഞ്ഞാൽ എല്ലാം തീരുമല്ലോ. ഇതും പറഞ്ഞ് അവള് ഡോർ ഒറ്റ അടയ്ക്കലാണ്. ഈ കാര്യം ടൈലർ അതുപോലെ വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്. മാത്രമല്ല ടൈലർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അച്ഛൻ നമുക്ക് എന്തായാലും അവളുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തണം. അവള് ഡ്രഗ് ഉപയോഗിച്ചിട്ടാണോ ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് നമുക്ക് നോക്കണമല്ലോ. ഈ സമയത്ത് വളരെ ശാന്തമായിട്ട് അവന്റെ അച്ഛൻ അവനോടൊരു കാര്യം പറയുന്നുണ്ട്, മോനെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ നല്ലൊരു ചേട്ടനാണ്, നിനക്ക് അവളെയും എന്നെയും നിന്റെ അമ്മയും എല്ലാവരും ഇഷ്ടമാണ്, നീ നല്ലൊരു കുട്ടി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. നീ നല്ലൊരു ബ്രദർ ആണെങ്കിൽ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സമയത്ത് ചെയ്യണം. അതല്ലാതെ എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇത് പറഞ്ഞ ആ ഒരു മനുഷ്യൻ അവിടുന്ന് പോവാണ്. അതായത് ആ മനുഷ്യന്റെ ഉള്ളിൽ അത്രയും വിഷമമുണ്ട്. ക്ലോയി വല്ലാത്തൊരു മെന്റൽ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാൾ മാത്രമേ സപ്പോർട്ട് നൽകുന്നുള്ളൂ. റബേക്ക എന്തായാലും അവളെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ ടൈലർ കൂടെ ഈ രീതിയിൽ പെരുമാറുന്നത് ക്രിസിന് ഭയങ്കരമായിട്ട് മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ക്രിസും അതുപോലെ തന്നെ ടൈലർ ഇവർ രണ്ടുപേരും ഇവിടെ വെച്ച സംസാരം അതുപോലെ തന്നെ ആ ആത്മാവ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പോവാണ്. മറ്റൊരു ദിവസമായി സോഫയിൽ ഇപ്പോൾ റബേക്ക ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് മകനായിട്ടുള്ള ടൈലറും അതുപോലെ തന്നെ
തന്നെ തൊട്ടിപ്പുറത്ത് ക്ലോയും ഉണ്ട്. എന്നാൽ ടൈലർ വന്നിട്ട് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഭയങ്കര രസത്തോടു കൂടി അതെല്ലാം കേട്ടിരിക്കുകയാണ് റബേക്ക. എന്നാൽ ഒരു അക്ഷരം പോലും നമ്മുടെ ക്ലോയോട് സംസാരിക്കുന്നില്ല. ഇത് എന്തൊരു തള്ളയാണ്. അവൾ അങ്ങനെ ഒന്നും മിണ്ടാതെ വളരെ ശോകമൂഖമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കാര്യം അതുപോലെ തന്നെ ഈ ആത്മാവ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെറുക്കനായിട്ടുള്ള ടൈലർ എന്തോ വലിയ കാര്യം പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര രസത്തോടു കൂടി റബേക്ക കേൾക്കുന്നില്ലേ. അവൻ പറയുന്ന കാര്യം എന്താ അറിയോ? അവനും അവന്റെ ചില കൂട്ടുകാരും കൂടിയിട്ട് അവരുടെ സ്കൂളിൽ ഒരു പെണ്ണിനെ വല്ലാണ്ട് അങ്ങോട്ട് പ്രാങ്ക് ചെയ്ത് കളഞ്ഞു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്കൻ്റെ DP വെച്ച് ആ പെണ്ണിന് മെസ്സേജ് അയച്ച് അവളുടെ കുറച്ച് ഫോട്ടോ വാങ്ങി എന്നിട്ട് ഒരു തിയേറ്ററിലേക്ക് ഇന്ന ഡ്രസ്സ് ഇട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ആ പാവം പെൺകുട്ടിയെ പ്രാങ്ക് ചെയ്ത് വല്ലാണ്ട് അങ്ങോട്ട് കളിയാക്കി കേട്ടോ. ഇതെല്ലാം കേട്ടപ്പോൾ റബേക്ക അമ്മ വിചാരിക്കാണ്, ഓഹ് മകൻ വലിയ എന്തോ കാര്യം ചെയ്തതുപോലെ അതങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് ക്രിസ് വരുന്നുണ്ട്. ക്രിസ് വന്ന പാടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ മേടിച്ചില്ലേ, അത് മിസ്യൂസ് ഒന്നും ചെയ്യില്ലല്ലോ? ഏയ് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ടൈലർ പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ക്ലോയി പറയാണ്, കുഴപ്പമില്ലെങ്കിൽ അവളുടെ ഈ ഫോട്ടോ ഒരു ഹാഫ് ന്യൂഡായിട്ടുള്ള ഫോട്ടോ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇപ്പോൾ ക്ലോയി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ടൈലർ ഇപ്പോൾ അത് എനിക്കൊന്നും അറിയില്ല എന്ന്. ഈ സമയത്ത് ക്ലോയി പറയാണ്, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് തന്നെ നീയാണ്. പിന്നീട് അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുകയാണ്. ഇതെല്ലാം കണ്ട് കേട്ട് നിൽക്കാൻ പറ്റാതെ ആ ആത്മാവ് പെട്ടെന്ന് പോകുന്നത് ടൈലറിന്റെ റൂമിലേക്കാണ്. അങ്ങോട്ടേക്ക് എത്തിയ ആത്മാവിന് ഒരു എക്സ്ട്രാ ശക്തി വന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന ടൈലറിന്റെ ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് കുലുക്കി ആ വസ്തുക്കളൊക്കെ താഴെ ഇടുകയാണ്. വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഷെൽഫിലുള്ള ഓരോ സാധനങ്ങളും തനിയെ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ക്ലോയി പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അതായത് ഇവിടെ ആത്മാവുണ്ട്, ഒരു പ്രസൻസ് ഉണ്ട്. എന്നാൽ ആ ആത്മാവിന് എന്തിനാണ് ഇപ്പൊ ഇത്ര ദേഷ്യം വന്നത് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും വീട് വിട്ട് ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ പേടിയാവുകയാണ്. ഈ സമയത്ത് അപ്പോഴും നമ്മുടെ ക്ലോയി പറയാണ്, അത് മറ്റാരുമല്ല എന്റെ സുഹൃത്തായിട്ടുള്ള ഞാടിയുണ്ടല്ലോ അവളുടെ ആത്മാവാണ്. ഇത് കേട്ടപ്പോൾ ടൈലറിന് വീണ്ടും ദേഷ്യം വരികയാണ്. നീ ഒന്ന് നിർത്തുവോ, നിന്റെ പ്രാന്തെന്ന് നിർത്തുവോ? ഈ സമയത്ത് റബേക്ക പറയാണ്, നമ്മളിനിപ്പോ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കണം, നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ക്രിസ് പറയുന്നത്, ഇപ്പൊ തന്നെ പോകണ്ട, എനിക്ക് എന്തോ ഒരു പേടിയുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് വീണ്ടും നമ്മുടെ ക്ലോയി പറയാണ്, ഇത് അവള് തന്നെയാണ്, ഞാടിയുടെ ആത്മാവാണ്. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, മോൾക്ക് അതെങ്ങനെയാ മനസ്സിലായത് മോളെ? അച്ഛാ എനിക്കങ്ങനെ ഫീൽ ആവുകയാണ് അത് അവളാണെന്ന്, അത് ഞാടിയാണെന്ന്. എന്തായാലും ആ രാത്രിയിൽ ഇവര് 4 പേരും വല്ലാണ്ട് ഭയന്ന് പോയി കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി. ഇന്നലെ രാത്രി നടന്നത് ഒരു സാധാരണ സംഭവമല്ലല്ലോ. ഇവര് 4 പേരും അതിന്റെ ആ ഒരു ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് ഇവർക്ക് വിറ്റ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ ഇവർ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ് ആ ഒരു ബ്രോക്കറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു വീട് വിറ്റ സമയത്ത് ഈ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇന്നലെ രാത്രി സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ആ ഒരു ബ്രോക്കറോട് പറയാണ്. അപ്പൊ ആ ഒരു ബ്രോക്കർ പറയുന്നത്, സാറേ നിങ്ങൾ ഈ പറയുന്നത് പോലെ യാതൊരു സംഭവം ഇന്നേ വരെ അവിടെ ഉണ്ടായിട്ടില്ല. ഇതിനു മുന്നേ താമസിച്ച ഫാമിലി അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവര് ജോലി ആവശ്യത്തിനായിട്ടാണ് ഈ നാട്ടിൽ നിന്ന് പോയത് തന്നെ. അല്ലാതെ ഈ വീട്ടിലൊരു പ്രശ്നമുള്ളതായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല സാറേ, എനിക്ക് സത്യമായിട്ട് അറിയില്ല. എന്നാൽ ഇന്നലെ ഉണ്ടായത് വെറും ഒരു തോന്നലല്ല എന്ന് ക്രിസും ബാക്കിയുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞപ്പോൾ ആ ഒരു ബ്രോക്കർ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്തും ഭാര്യയുണ്ട്, ഞാൻ അവരെ അങ്ങോട്ടേക്ക് വിടാന്ന് പറയണം. അതിനിപ്പോ ക്രിസ് ഓക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യം വല്ലാണ്ട് അങ്ങോട്ട് നമ്മുടെ റബേക്കയ്ക്ക് ഇഷ്ടമായിട്ടില്ല. മന്ത്രവാദികളെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ക്രിസ് വരാൻ പറഞ്ഞല്ലേ. ആ 2 പേരും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒരു ഭാര്യയും ഭർത്താവും, ലൂസിയും ഭർത്താവായിട്ടുള്ള കാളും. ലൂസിക്കാണ് ഇതുപോലെയുള്ള ആത്മാക്കളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ലൂസി ആ വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ വീടിന്റെ പല ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റബേക്കയ്ക്ക് ഇതെന്തോ ആക്ടിംഗ് ആയിട്ട് തോന്നുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ആ ഒരു പ്രസൻസ് ഈ വീട്ടിലുണ്ടല്ലോ, അത് ഈ വീടിന്റെ പല ഭാഗത്ത് നിന്നുകൊണ്ടാണല്ലോ ഇവരെയൊക്കെ നോക്കുന്നത്. എന്നാൽ ആ പ്രസൻസ് എവിടെയാണ് നിൽക്കുന്നത് കറക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ലൂസി നോക്കുകയാണ്. ഇതിനുശേഷം 100 വർഷമല്ല എത്രയോ വർഷം പഴക്കമുള്ള ഒരു കണ്ണാടി ഈ വീട്ടിലുണ്ടെന്ന് പറയല്ലേ, ആ കണ്ണാടിയുടെ അടുത്തേക്ക് വന്നിട്ട് കുറെ നേരം ലൂസിയ അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ആ ആത്മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. ഇതിനുശേഷം നേരെ വന്നിട്ട് നമ്മുടെ ക്ലോയിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും അടുത്ത ആരോ ഒരാൾ മരിച്ചു പോയിട്ടില്ലേ? അതിനുശേഷം വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണല്ലേ നീ? ഇത് കേട്ട സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം ആ സ്ത്രീയോട് ഒരുവിധം എല്ലാ ഡീറ്റെയിലും ക്രിസ് വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നാൽ മകളായിട്ടുള്ള ക്ലോയുടെ സുഹൃത്തായിട്ടുള്ള നാഡിയ അവള് മരിച്ച വിവരം ഇവരാരും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ലൂസിയ എങ്ങനെയോ സെൻസ് ചെയ്തു. സോ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. എന്തായാലും ക്ലോയോട് വന്നിട്ട് ഈ ലൂസി ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയി. ഇപ്പൊ ക്ലോയി ചോദിക്കുകയാണ്, ഇവിടെയുള്ള ആ ആത്മാവ് അതെന്റെ കൂട്ടുകാരി നാഡിയാണോ? എന്നാൽ ലൂസിയ പറഞ്ഞ കാര്യം എല്ലാവരെയും വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. അതായത് എനിക്കെന്നല്ല, ആ ആത്മാവിന് പോലും അറിയില്ല ആ ആത്മാവ് അതാരാണെന്ന്. അതെന്തിനാ ഈ വീട്ടിൽ വന്നേ? എന്താവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നേ? എന്തുകൊണ്ടാ ആ ആത്മാവിന് ഈ വീട് വിട്ട് പോകാൻ പറ്റാത്തത്? അങ്ങനെ ഒരു കാര്യം ആ ആത്മാവിന് അറിയില്ല. അതുപോലെ തന്നെ ആ ആത്മാവിന് സമയമില്ല. ഏത് കാലത്തു നിന്നാണ് ആ ആത്മാവ് വന്നത്, ഏത് കാലത്തിലേക്കാണ് അതിന് പോവേണ്ടത് എന്നൊന്നുമില്ല. വല്ലാത്തൊരു എക്സ്ട്രീം ലെവൽ കൺഫ്യൂഷനിലാണ് ആ ആത്മാവുള്ളത്. അതിനൊന്നും ഓർക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒന്നും പറ്റുന്നില്ല. അതിനാകെ കാണാൻ കഴിയുന്നത് ഈ വീടിന്റെ ഉൾഭാഗം മാത്രമാണ്. പിന്നീട് ലൂസിയ നേരെ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പതി അതിലിങ്ങനെ തൊട്ടി എന്തൊക്കെയോ സെൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ
എന്തോ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ലൂസിയ ആകെ ഭയന്നു പോവാണ്. പിന്നീട് ലൂസിയ പറയാണ് എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പേടിയാവുന്നു. അവര് വേഗം തന്നെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അവരുടെ ഭർത്താവ് കാളാണെങ്കിൽ ഈ അത്യാവശ്യം പൈസ എല്ലാം മേടിക്കുന്ന പൈസയോട് കുറച്ചൊരു ഇതുള്ള ആളാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസിനോട് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യം റബേക്കയ്ക്കും അതുപോലെ തന്നെ ടൈലറിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേര് വീട്ടിലേക്ക് വന്നു, കുറച്ച് നാടകം കളിച്ചു, നിങ്ങളെ നന്നായിട്ട് പറ്റിച്ചു എന്നൊക്കെയാണ് റബേക്ക പറയുന്നത്. അതുപോലെ ഇമാതിരി ടീംസിനെയും കൂട്ടി ഇനി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞ് റബേക്ക അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ക്ലോയെ നോക്കുകയാണെങ്കിൽ അവളും ആകെ കൺഫ്യൂസിംഗിലാണ്. ഇതെന്താണ്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ നേരത്തും അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ തന്നെ അച്ഛൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആ ഒരു ആത്മാവ് കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ആത്മാവിന് തോന്നുകയാണ് എന്റെ ഈ ഒരു പ്രസൻസ് ഇത് ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഇവരുടെ അടുത്തേക്ക് വരണ്ട. അത് നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അതായത് നമ്മുടെ ക്ലോയുടെ റൂം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഷെൽഫിൽ കയറിയിരിക്കുകയാണ്. അതുപോലെ ലൂസിയെ പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മാവിന് അറിയില്ല ആരാണ് ഞാൻ എന്തിനാ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്, എന്തിനാണ് ക്ലോയി ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നത്, എന്താണ് എന്റെ ലക്ഷ്യം, എന്തുകൊണ്ട് ഈ വീട് വിട്ട് പോവാൻ കഴിയുന്നില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഈ ആത്മാവിന്റെ ഉള്ളിൽ ഒരുപാട് തവണ ഇങ്ങനെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് കുറച്ച് ദിവസം ക്ലോയെ ബുദ്ധിമുട്ടിക്കാനോ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ഈ ഒരു ആത്മാവ് നിൽക്കുന്നില്ല. ദിവസങ്ങൾ പതിയെ പതിയെ കടന്നു പോവാണ്. നമ്മുടെ ക്ലോയുടെ ഷെൽഫ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ തന്നെ അതങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേറൊരു കാര്യത്തിലും ഈ ആത്മാവ് ഇടപെടാൻ പോകുന്നേയില്ല. അങ്ങനെ ഒരു ദിവസം ക്ലോയുടെ റൂമിലേക്ക് റയാൻ വരികയാണ്. രണ്ടുപേരും ഇപ്പൊ നല്ല കമ്പനിയാണ്, രണ്ടുപേരും എല്ലാ രീതിയിലും അടുക്കുകയാണ് കേട്ടോ. നല്ല റൊമാൻറ്റിക് ആവുന്നുണ്ട്, ഇന്റിമേറ്റ് ആവുകയാണ്. സോ അത് കാണാൻ കഴിയാതെ ഈ ആത്മാവ് ആ ഷെൽഫിന്റെ ഉള്ളിലേക്ക് അതിന്റെ കാഴ്ചയെ മറക്കുകയാണ്. അതായത് ക്ലോയും റയാൻ തമ്മിലുള്ള റിലേഷൻ ഈ ഒരു ആത്മാവ് തടുക്കാൻ നോക്കുന്നത് തന്നെ ഈ റയാൻ ഒരു നല്ല ആളല്ല, ചെയ്ത ആളാണ് എന്നൊക്കെ കരുതിയിട്ടാണ്. എന്നാൽ റയാൻ അതുപോലെയുള്ള ഒരാളൊന്നുമല്ല, ഒരു സാധാരണ പയ്യൻ, ഒരു ടീനേജ് ആയിട്ടുള്ള രണ്ടാൾക്കാർ അടുക്കുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെയാണ് ഈ ആത്മാവ് ചിന്തിക്കുന്നത്. എന്തായാലും അവരുടെ ആ ഒരു ഫിസിക്കൽ റിലേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ക്ലോയ് ബാത്റൂമിലേക്ക് പോവാണ്. ആ നേരത്ത് അവൾ അവിടെ 2 ജ്യൂസിന്റെ ഗ്ലാസ് വെച്ചായിരുന്നു. ഇപ്പൊ പതിയെ ആത്മാവ് ചെന്ന് നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയോ? ഈ പയ്യനുണ്ടല്ലോ റയാന്, ഇവൻ എന്തോ വല്ലാത്തൊരു തരികടയാണ്. കാരണം 2 ഗ്ലാസ് ഉണ്ടായാലും ഒരു ഗ്ലാസ്സിലേക്ക് എന്തോ ഒരു പൊടി അവനിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ്. എന്നിട്ട് ക്ലോയ് വന്ന സമയത്ത് ഒന്നും അറിയാത്തതുപോലെ കട്ടിൽ കയറി കിടക്കുകയാണ്. ഇതെന്തവന്റെ ഉദ്ദേശം? അവന് താളൊക്കെ കിട്ടിക്കഴിഞ്ഞു, അവളുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഡ്രഗ് അവളുടെ ജ്യൂസിൽ കലക്കുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? എന്തായാലും ഒന്നും അറിയാത്തതുപോലെ ഇപ്പോ ഈ ഒരു റയാൻ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ക്ലോയ് അങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ അവളോട് ആ ഒരു ജ്യൂസ് കുടിക്കാൻ പറയുന്നുണ്ട്. ഒരിക്കലും അവൾ ആ ഒരു ജ്യൂസ് കുടിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഈ ആത്മാവിനെ അത് തട്ടിയിടണം. പക്ഷേ അതിനുള്ള കഴിവില്ല. അതിന്റെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ആ ഒരു ടേബിൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ആ ഒരു ഗ്ലാസ് തള്ളിയിടുകയാണ്. സോ നമ്മുടെ ക്ലോയ് അത് കുടിച്ചില്ല കേട്ടോ. എന്തായാലും റയാന്റെ ഉള്ളിൽ മിസ്സായി പോയി എന്നുള്ളൊരു തോട്ട് വരികയാണ്. കുഴപ്പമില്ല, അടുത്ത തവണ പിടിക്കാമെന്നും അവൻ വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് ഈ റയാന്റെ ഉദ്ദേശം അറിയില്ല. എന്തായാലും അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ക്ലോയുടെ അടുത്തേക്ക് റയാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വന്നിട്ട് പറയാണ്, എനിക്ക് നിന്റെ കൂടെ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്, എന്താ അതിനൊരു വഴി? അപ്പൊ ക്ലോയ് പറയാണ്, അതിന് നീ പേടിക്കണ്ട, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാവില്ല, എന്തോ ജോലി ആവശ്യത്തിനായിട്ട് അവർ നാട്ടിലേക്ക് പോകണം. ഇത് കേട്ട് റയാൻ പറയാണ്, അപ്പൊ ആ ഒരാഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ ക്ലോയ് ചോദിക്കണം, അപ്പോ എന്റെ ചേട്ടൻ ടൈലർ ഇവിടെ ഉണ്ടാവില്ലേ? ഇപ്പൊ റയാൻ പറയാണ്, അതൊന്നും ഒരു വിഷയമല്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. എന്തായാലും ആ ഒരാഴ്ച നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കാന്ന് പറയാണ്. സോ ഈ കാര്യങ്ങളെല്ലാം ആ ഒരു ആത്മാവ് കേൾക്കുന്നുണ്ട്. അതിന് ഈ റയാനെ കാണുമ്പോ ദേഷ്യം വരികയാണ്. ആ ആത്മാവ് അതിന്റെ ആ ഒരു ദേഷ്യം റയാന്റെ അടുത്തേക്ക് ചെന്ന് തീർക്കുന്നുണ്ട്. പക്ഷേ ഒരു കാറ്റ് പോലെ അവന്റെ ദേഹത്തേക്ക് അതങ്ങനെ വരിക എന്നല്ലാതെ റയാന് മറ്റൊന്നും ഫീൽ ആവുന്നില്ല. ആ ആത്മാവിനെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ വീടിന്റെ താഴ്ഭാഗത്ത് നിന്ന് ആരൊക്കെയോ ചിലർ സംസാരിക്കുന്നത് ഈ ഒരു ആത്മാവ് കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ ക്ലോയുടെ റൂമിന്റെ ജനലിലൂടെ ഈ ആത്മാവ് താഴേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ക്ലോയുടെ അച്ഛനായിട്ടുള്ള ക്രിസും അതുപോലെ തന്നെ അന്ന് വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ലൂസിയ, ഇവര് രണ്ടുപേരുമാണ് സംസാരിക്കുന്നത്. അതായത് ആ സ്ത്രീ വീണ്ടും എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരണം, ചില കാര്യങ്ങളൊക്കെ നോക്കാണ്ടെന്ന് പറയുമ്പോൾ ക്രിസ് പറയാണ്, ഒരു കാരണവശാലും നടക്കില്ല, എന്റെ ഭാര്യയ്ക്കും മകനും നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഇഷ്ടമില്ല, എനിക്കതിന് താല്പര്യമില്ല, അതുപോലെ തന്നെ എനിക്ക് ക്യാഷ് തരാനും പറ്റില്ല എന്ന് പറയാണ്. എന്നാൽ ലൂസിയ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കാശ് ആവശ്യമില്ല, അന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ, ഞാൻ പെട്ടെന്നൊന്നും പേടിച്ചു പോയി, ചില കാര്യങ്ങൾ എനിക്ക് അവിടെ വെച്ച് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കണം, കാരണം ആ ആത്മാവ് നിങ്ങളുടെ വീട്ടിലേക്ക് വെറുതെ വന്നതല്ല, എന്തോ വലിയ ആപത്ത് നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ട്, അതിനെ തടുക്കാനാണ് ആ ആത്മാവ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരു തവണ കൂടെ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ ക്രിസ് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സ്ത്രീയും അവിടുന്ന് പോവുകയാണ്. വീണ്ടും 2-3 ദിവസം കടന്നു പോകുന്നുണ്ട്. പിന്നീട് ക്ലോയ് ഉണ്ടല്ലോ, അന്ന് റയാനോട് പറഞ്ഞില്ലേ അച്ഛനും അമ്മയും ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല, അവര് നാട്ടിലേക്ക് പോവാന്ന്, ആ ആഴ്ച വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ പോവാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ് ക്ലോയെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതി പരിചയമില്ലാത്ത ആരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മോളൊരു പെൺകുട്ടിയാണ്, തീർച്ചയായും സൂക്ഷിക്കണം കേട്ടോ. എന്തായാലും ഇപ്പൊ ക്ലോയ് പണ്ടത്തെ പോലെ ഒന്നല്ല, കുറച്ചൊക്കെ ഹാപ്പിയാണ്, ഒരു എനർജറ്റിക് ആയിട്ടുണ്ട്. എല്ലാത്തിനും കാരണം അവളുടെ അച്ഛൻ തന്നെയാണ്. അമ്മ സപ്പോർട്ടൊന്നും നൽകില്ലെങ്കിലും എപ്പോഴും അവളെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്രിസ്, അതായത് അവളുടെ അച്ഛൻ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെന്റലി അവളൊന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അച്ഛനോട് അവൾ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അറിയാത്ത ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വിളിക്കില്ല. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇനി എന്ത് തന്നെ വന്നാലും ചേട്ടൻ എവിടെ ഉണ്ട്, ചേട്ടൻ നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് പറയാണ്. പക്ഷെ ആ കാര്യത്തിൽ
കാര്യത്തിൽ ക്ലോയ്ക്ക് വലിയ എന്താ പറയാ ചേട്ടന്റെ സ്വഭാവം അറിയാലോ. അവൻ എന്തായാലും അവളുടെ കാര്യമൊന്നും നോക്കാൻ പോകുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും പോയി. അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു വീട്ടില് നമ്മുടെ ക്ലോയ് അതുപോലെ തന്നെ ടൈലർ മാത്രമേ ഉള്ളൂ. ആ നേരത്ത് ആ ആത്മാവ് വീട് മുഴുവൻ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. അങ്ങനെ ഈ ആത്മാവ് നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നാട്ടിൽ പോയത് കൊണ്ട് തന്നെ ഈ ടൈലർ എന്താ കാണിക്കുന്നതെന്ന് അറിയോ? ഒളിപ്പിച്ചു വെച്ച മദ്യം എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ഈ ആത്മാവിന് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ആത്മാവ് നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു രീതിയിൽ ആ ആത്മാവിന്റെ ദേഷ്യത്തിനെ ടൈലറിന് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവനൊന്ന് പേടിച്ചു പോവാണ്. അതായത് ആത്മാവുള്ള ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാലും അവൻ ചോദിക്കുന്നുണ്ട്, ഹലോ ആരാണ്, എന്താ വേണ്ടത്? എന്നാൽ പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ തന്നെ കോണിംഗ് ബെൽ അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടൈലർ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ മറ്റാരുമല്ല നമ്മുടെ റയാൻ തന്നെയാണ്. റയാനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് മറ്റാരുമല്ല ടൈലർ തന്നെയാണ്. അപ്പൊ വന്ന പാട് തന്നെ ടൈലർ ഒരു ഡ്രിങ്ക്സ് കഴിക്കുന്നോന്ന് റയാനോട് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, ആദ്യം ഡ്രിങ്ക്സ് കണ്ട നമുക്കൊരു ജ്യൂസ് കഴിക്കാം. എന്നാൽ ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ടൈലർ പോകാൻ നിൽക്കുമ്പോൾ റയാൻ പറയാണ്, നീ ഇവിടെ ഇരിക്കുക, ഞാൻ തന്നെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് റയാൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. 2 ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരെണ്ണത്തിൽ ഒരു ടാബ്ലറ്റ് ഇടുകയാണ്. നന്നായിട്ട് കലക്കുന്നുണ്ട്. എന്നിട്ട് ആ ജ്യൂസും കൊണ്ടുവന്ന് ടൈലറിന് അത് കൊടുക്കുകയാണ്. പിന്നീട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അത് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് മുഴുവനായിട്ട് കുടിച്ചു തീർന്നപ്പോഴേക്കും നമ്മുടെ ടൈലറിന്റെ ബോധമെല്ലാം ചെറുതായിട്ട് പോകാൻ തുടങ്ങി. അവസാനം നന്നായിട്ട് അവൻ കിടന്ന് ഉറങ്ങുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ റയാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് അവൻ ഉറങ്ങിയെന്ന് നന്നായിട്ടൊന്ന് നോക്കുകയാണ്. നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്, ഒരനക്കമില്ല. ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? ആ ആത്മാവ് കാണുകയാണ്. അതിനാകെ വെപ്രാളാവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവൻ ബോധം പോയി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോയ്ക്ക് എന്തെങ്കിലും വന്നാൽ ആര് വന്ന് രക്ഷിക്കും എന്നാണ് ആ ആത്മാവ് പേടിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെപ്രാളത്തിൽ പായാൻ തുടങ്ങി. അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ റയാൻ പോകുന്നത് കിച്ചണിലേക്കാണ്. ഒരു ഗ്ലാസ്സിൽ അല്പം മദ്യം ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ എന്തോ ഒരു പൊടിയെടുത്ത് റയാൻ ഇപ്പോൾ ആ മദ്യത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അവൻ നേരെ പിന്നീട് അതുമായിട്ട് പോകുന്നത് ക്ലോയുടെ റൂമിലേക്കാണ്. അവന്റെ പിന്നാലെ തന്നെ ആത്മാവും വരുന്നുണ്ട്. അതിനെന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ഇപ്പൊ ക്ലോയുടെ അടുത്തേക്ക് എത്തിയ ഈ റയാൻ ചോദിക്കുകയാണ്, എന്നാ പിന്നെ നമുക്ക് തുടങ്ങുകയല്ലേ, ഒരാഴ്ച എൻജോയ് ചെയ്യണം. എന്നാൽ ആ സമയത്ത് ക്ലോയ് ചോദിക്കുകയാണ്, അല്ല ചേട്ടൻ എവിടെ, അവൻ എന്താ ചെയ്യുന്ന അവിടെ? ഇപ്പൊ റയാൻ പറയാണ്, അവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാന്ന്. എന്തോ ക്ലോയ്ക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഇവൻ എന്തോ ചെയ്ത് എന്തോ ഒരു ഉടായിപ്പാന്നൊരു തോന്നല് അവളുടെ ഉള്ളിൽ വരികയാണ്. അതുപോലെ തന്നെ ക്ലോയ് പറയുന്നുണ്ട്, എടോ നീ തൽക്കാലം ഇപ്പൊ തിരിച്ചു പോയിക്കോ, എനിക്ക് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. അതായത് അവൾ ഈ രാത്രി ഒരു പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതോ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു തെറ്റാണെന്നുള്ളൊരു റിയലൈസേഷൻ അവൾക്ക് തോന്നാൻ തുടങ്ങി. ആ ഒരു തെറ്റെല്ലാം അവൾ ചെയ്യാൻ കാരണം അവൾക്ക് വന്ന ആ ഒരു ഡിപ്രഷൻ, അവളുടെ ഏകാന്തത, ആ സമയത്ത് വന്ന ആ ഒരു കൂട്ട്, ഇതൊക്കെയായിരുന്നു. എന്നാൽ അവളുടെ അച്ഛന്റെ ക്രിസിന്റെ കഠിനമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്തത് കാരണം തന്നെ ആ ഒരു തെറ്റ് അവൾ റിയലൈസ് ചെയ്തു. അവളുടെ ആ ഒരു ഡിപ്രഷനിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ക്ലോയ് പറയാണ്, റയാനെ നീ ഇപ്പൊ പൊയ്ക്കോ, നമുക്കിതൊന്നും വേണ്ട, നീ വീട്ടിൽ പൊയ്ക്കുന്നു പറയാണ്. എന്നാൽ റയാന് മറ്റെന്തൊക്കെയോ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിനാണല്ലോ ഈ ഒരു മദ്യത്തിൽ എന്തോ മരുന്ന് കലക്കി വന്നത്. സോ അത് നടക്കില്ല എന്ന് കണ്ട സമയത്ത് റയാൻ അവന്റെ അഭിനയം തുടങ്ങുകയാണ്. ഓ അങ്ങനെയായല്ലേ, നിനക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ നിന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് എന്താണെന്ന് എനിക്കറിയോ, എന്തൊരു സങ്കടത്തിലാണ് ഞാനെന്ന് അറിയോ. അപ്പൊ എന്റെ കൂടെ നിൽക്കാനൊന്നും ആരും ഇല്ല അല്ലേ. ഭയങ്കരമായിട്ട് സെന്റി അടിക്കുകയാണ്. പാവം ആ സെന്റിയിൽ നമ്മുടെ ക്ലോയ് വീണുപോയി. അതുപോലെ തന്നെ റയാൻ പറയാണ്, ഇന്ന് നമുക്ക് വേറൊന്നും വേണ്ട, തൽക്കാലം ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ഡ്രിങ്ക്സ് കഴിച്ചാൽ മാത്രം മതി. ഇപ്പൊ ക്ലോയ് പറയണം, ഓക്കെ നിനക്ക് വേണ്ടി ഈ ഡ്രിങ്ക്സ് ഞാൻ ഇന്ന് കഴിക്കാം, പക്ഷേ ഇന്ന് ലാസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അവൾ അത് കഴിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ആ ഒരു ആത്മാവിന്റെ അവസ്ഥ എന്താണ്, അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ഭയങ്കരമായിട്ട് വെപ്രാളം പിന്നെയും കൂടി വരികയാണ്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായി അല്ലാതെ അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം ക്ലോയ്ക്ക് ചെറുതായിട്ടൊരു മയക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ നേരം റയാൻ അവളോട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്റെ കൂടെ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ തീരെ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ അവിടെ കിടന്നു പോവാണ്. അവൾ അങ്ങനെ കിടന്നു പോയി എന്ന് മനസ്സിലാക്കിയ സമയത്ത് റയാൻ അവന്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കുകയാണ്. ഒരു വേണ്ടാത്ത രീതിയിലുള്ള സംസാരമൊക്കെ. ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കൈയും കാലും പൊന്തുന്നില്ല, തളർന്നുപോയി. ഈ സമയത്താണ് ഇവൻ എത്രത്തോളം വലിയ സൈക്കോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവന്റെ കീശയിൽ നിന്നും അവൻ വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, താ കണ്ടോ, ഒരു തെളിവും ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ ആർക്കും കിട്ടില്ല. പതിയെ അവളുടെ മുഖത്തുകൂടെ ആ പ്ലാസ്റ്റിക് കവർ അവൻ അങ്ങനെ വലിക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ നാഡിയ, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നിനക്ക് ഭയങ്കര താല്പര്യമില്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ, അവൾക്ക് അന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്കിപ്പോ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ? ഇതും പറഞ്ഞ് ഈ നായി എന്താ കാട്ടുന്നതെന്ന് അറിയോ, അവളുടെ മുഖത്ത് തിന്നായിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അതായത് എന്തൊക്കെയോ ഒരു രീതിയിൽ എന്റർടൈൻമെന്റും ആസ്വാദനമൊക്കെ കാണുന്ന ഒരു വല്ലാത്തൊരു സൈക്കോയാണ് ഈ റയാൻ. ഇപ്പൊ അവൻ ആ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മുടെ ക്ലോയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അവൾക്ക് ശ്വാസം എടുക്കാനോ പുറത്തേക്ക് വിടാനോ കഴിയുന്നില്ല. ചെറുതായിട്ട് കിടന്ന് പെടയ്ക്കുന്നുണ്ട്, എന്നാലോ കാലും കൈയും അനക്കാനും കഴിയുന്നില്ല. ഇത് കണ്ട് ഈ നായി ആസ്വദിക്കുകയാണ്. ഒരു വല്ലാത്ത സൈക്കോ. അതുപോലെ തന്നെ നാഡിയ, അവളെ ഇതുപോലെ ഇവൻ കൊന്നു കളഞ്ഞതാണ്. മാത്രമല്ല നമ്മുടെ ക്ലോയുടെ അച്ഛൻ ക്രിസ് പറഞ്ഞത് ഓർമ്മയില്ലേ, അവരുടെ നാട്ടിൽ ഈടെയായിട്ട് ഒരു 4-5 കുട്ടികൾ ഡ്രഗ് ഓവർഡോസ് ആയിട്ട് മരണപ്പെട്ടു പോയെന്ന്. ശരിക്കും ഓവർഡോസ് ആയതല്ല, ഇതുപോലെ വെള്ളത്തിലോ മദ്യത്തിലോ കലക്കി കൊടുത്ത് അവരെങ്ങനെ കിടത്തി ഇങ്ങനെ ഈ റയാൻ കൊന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവനൊരു ടീനേജ് സീരിയൽ കില്ലറാണ്. ഇവന്റെ പരിപാടി തന്നെ ഇതുപോലെ
അതുപോലെ ടെൻഷൻ അടിച്ച് നടക്കുന്ന, അതായത് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി അവരുടെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് നൽകി അവരുടെ എല്ലാമായി മാറി അവസാനം അവരെ കൊല്ലലാണ്. ഇതിലെന്തോ വല്ലാത്തൊരു ആസ്വാദനം കണ്ടെത്തുന്നവനാണ് ഇവൻ. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ഈ കഥയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും അവൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആ ആത്മാവ് കാണുന്നുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെപ്രാളം കൊണ്ട് അതിനെന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല. അതിനാണെങ്കിൽ ഈ ഒരു റയാനെ തടുക്കാനും കഴിയുന്നില്ല. ഈ ആത്മാവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ബോധമില്ലാതെ കിടക്കുന്ന ടൈലറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ പൊട്ടനെയാണ് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നുമില്ല. വിളിക്കാന്നല്ല, അവനെ എന്താ പറയാ ഒരു രീതിയിൽ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി ആത്മാവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് കുടിച്ചതിന്റെ എഫക്റ്റിലും മദ്യത്തിന്റെ ലഹരിയിലും അവൻ വല്ലാതെ ബോധമില്ലാതെ കിടന്ന് മയങ്ങാണ്. അവസാനം ദേഷ്യം വന്ന ആ ഒരു ആത്മാവ് അവന്റെ ചെവിയുടെ ഉള്ളിലേക്ക് കയറി പോവാണ്. എന്തോ ഒരു വല്ലാത്തൊരു സൗണ്ട് ആ ആത്മാവിന് അപ്പൊ ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ. ആ സൗണ്ട് കേട്ട്, ശബ്ദം കേട്ട് ടൈലർ ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ പാടെ തന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. അതായത് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ്. മാത്രമല്ല ക്ലോയി അവൾ അപകടത്തിലാണ്, അവളുടെ അടുത്ത് ആ ഒരു റയാനുണ്ട്, അവൻ എന്തോ എന്റെ പെങ്ങളെ ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു ഉൾഭയം വന്നു കേട്ടോ. അവൻ ഓടിച്ചെന്നു. നേരെ ക്ലോയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, റയാന് അവന്റെ പെങ്ങളെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന കാണുന്നത് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കാൻ ടൈലറിന് പറ്റിയോ? ഇല്ല. റയാനെ പിടിച്ച ഒരേറ്റ വലിയാണ്, എന്റെ പെങ്ങളെ തൊടുന്നോടാന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനലിലൂടെ ഒരേറ്റ ഏറാണ്. ആ ഏറിന്റെ ഊക്കില് നമ്മുടെ ടൈലറും കൂടെ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. പിന്നീട് അന്ന് രാത്രി എന്ത് സംഭവിച്ചെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ക്ലോയെ കാണിക്കുകയാണ്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. എന്താണാവോ അതിന്റെ ആ ഒരു കാരണം. എന്തായാലും ഈ ഒരു വീടെല്ലാം ഒഴിവാക്കി ഇവരെല്ലാവരും ഇവിടുന്ന് പോവുകയാണ്. നേരെ താഴേക്ക് പോകുന്നുണ്ട്. ക്ലോയുടെ അമ്മ റബേക്ക ഭയങ്കര വിഷമത്തിലാണ്. മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അന്ന് രാത്രിയിലെ ആ അപകടത്തില് താഴേക്ക് വീണ് ടൈലറും അതുപോലെ തന്നെ റയാനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഒരു വല്ലാത്ത നെഗറ്റീവ് തന്നെയാണ് ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ വീട് വേണ്ടാന്ന് വെച്ച് ഇവര് പോവുകയാണ്. അപ്പോൾ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോയി വന്നത്. വാ അമ്മേ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. എന്നാൽ റബേക്ക പറയുന്നത് മോള് പൊയ്ക്കോ, ഞാനിപ്പോ വരാം. ഇതിനുശേഷം റബേക്ക നേരെ ചെല്ലുന്നത് ഈ ഒരു വീട്ടിൽ നല്ല പഴക്കമുള്ള ഒരു പഴയ കണ്ണാടി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. കുറച്ചു നേരം അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ കണ്ണാടിയിൽ ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അത് മറ്റാരുടേതായിരുന്നില്ല, മരിച്ചുപോയ ടൈലർ ഉണ്ടല്ലോ അവന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു. ശരിക്കും ഇവിടെ വെച്ച് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ്. കണ്ണാടിയിൽ ആ ഒരു പ്രതിബിംബം കണ്ട സമയത്ത് അവളുടെ അമ്മ, അതായത് റബേക്ക അലറി കരയാണ്. ആ കരച്ചില് കേട്ട് അങ്ങോട്ടേക്ക് ക്ലോയും അതുപോലെ തന്നെ ക്രിസും ഓടി വരുന്നുണ്ട്. ആ സമയത്ത് റബേക്ക കരഞ്ഞുകൊണ്ട് പറയാണ്, അതായത് നമ്മുടെ ക്ലോയെ കെട്ടിപ്പിടിച്ച് പറയാണ്, മോളെ ഇത്രയും നാൾ ഈ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പ്രസൻസ്, ആ ആത്മാവ് ആരുടേതാന്ന് അറിയോ? നിന്റെ ചേട്ടനുണ്ടല്ലോ ടൈലർ, അവന്റെ ആത്മാവാണ്. ഇത് കേട്ട് ക്ലോയും അതുപോലെ തന്നെ ക്രിസും എല്ലാവരും ആകെ വല്ലാത്തൊരു ഷോക്കിലാണ്. അതെങ്ങനെ? അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. ഈ സമയത്താണ് ആ ആത്മാവിന് മനസ്സിലാവുന്നത്, അതെ ഞാൻ ടൈലറാണ്, ടൈലറിന്റെ ആത്മാവാണത്. എന്തിനാണ് ആ ആത്മാവ് ഈ വീട്ടിലേക്ക് എത്തിയത്? നമ്മുടെ ക്ലോയെ രക്ഷപ്പെടുത്താന്. അതായത് അവന്റെ സ്വഭാവം എന്താ പറയാ, ചില സമയത്തൊക്കെ ഒരു കെയർലെസ് ആയിട്ടായിരുന്നെങ്കിലും അനിയത്തിയോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. സോ അനിയത്തിയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു കുറ്റബോധം അവന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോഴും അനിയത്തിയെ നോക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമേ അവന്റെ ആ ഒരു ആത്മാവിന് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോ അനിയത്തി രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ നിന്നും അവന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. അതായത് ടൈലറിന്റെ ആത്മാവിന് പതിയെ ആകാശങ്ങളിലേക്ക് അവന്റെ ആത്മാവ് പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ അവിടെ തീരുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയല്ലേ, മരിച്ചു പോവാത്ത ടൈലറിന്റെ ആത്മാവ് എങ്ങനെയാണ് നേരത്തെ ഇവിടെ എത്തിയത്? അതാണ് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അന്ന് ലൂസിയ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ച് ലൂസിയ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അവനിക്കറിയില്ല അവൻ ആരാണെന്ന്, അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അതുപോലെ തന്നെ ആ ആത്മാവിന് കാലമില്ല, സമയത്തിലൂടെ മുന്നോട്ടേക്ക് പോകാനും പിന്നോട്ടേക്ക് വരാനും ഏത് സമയത്തിൽ നിൽക്കണം എന്ന് പോലും അതിനറിയില്ല. സോ മരിച്ചുപോയ ടൈലറിന്റെ ആത്മാവ് അതുതന്നെയാണ് സമയത്തിലൂടെ പിന്നിലേക്ക് വന്ന് ആ വീട്ടിൽ നമ്മുടെ ക്ലോയി വരും, അവളെ രക്ഷപ്പെടുത്തണം, അവൾക്ക് വേണ്ടി ഇവിടെ നിൽക്കണം. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഈ വീട്ടിലേക്ക് ക്ലോയി വന്ന സമയത്തെല്ലാം ആ ആത്മാവ് അവളുടെ പിന്നാലെയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യത്തിൽ ആ ആത്മാവിന് ഭയങ്കര പേടിയും സങ്കടമായിരുന്നു. മാത്രമല്ല എന്തുകൊണ്ടാണ് ക്ലോയി റയാൻ എന്ന ആ ഒരു സൈക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? എന്തായാലും ഇങ്ങനൊരു ക്ലൈമാക്സ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അതായത് ഞാടിയുടെ ആത്മാവായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോ മരിച്ചുപോയ ക്ലോയുടെ വല്ല മുത്തശ്ശിയുടെ ആത്മാവായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. സത്യം പറയാം, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് അവളുടെ ചേട്ടന്റെ ആത്മാവായിരിക്കും. ആ ഒരു സാധ്യത നമ്മൾ മനസ്സിൽ കാണുന്നില്ലല്ലോ. പക്ഷേ ഒരു ഹിന്റ് ലൂസി അന്ന് വന്നപ്പോ പറഞ്ഞായിരുന്നു, ഈ ആത്മാവിന് കാലമില്ല, ഏത് കാലത്തിലേക്ക് പോകണമെന്ന് പോലും അറിയാതെ കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും വ്യത്യസ്തമായ ഒരു കഥയും ക്ലൈമാക്സും ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.